കുടിയേറ്റക്കാരുടെ എണ്ണം കുത്തനെ ഇടിഞ്ഞതും അത് വീണ്ടും നിയന്ത്രിക്കുന്നതും രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുമെന്ന് കേരള സർക്കാരിന് വ്യക്തമായി അറിയാം. എന്നിട്ടും ഒരാഴ്ച മുമ്പ് ധവളപത്രം പുറപ്പെടുവിച്ചു. സർക്കാരിൻ്റെ നടപടികൾ പ്രവാസികളുടെ എണ്ണം കുറയ്ക്കാനും ബ്രിട്ടീഷ് ജനതയുടെ തൊഴിലവസരങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിയാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. വർക്ക് വിസയ്ക്കുള്ള യോഗ്യതാ നിലവാരം ഡിഗ്രി നിലവാരമായി വീണ്ടും ഉയർത്തുമെന്നാണ് ഒരാഴ്ച മുമ്പ് പുറത്തിറക്കിയ ധവളപത്രം ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ 2021 കുറവ് വിദ്യാഭ്യാസക്കാരാണെങ്കിലും അനുവദിച്ചിരുന്ന വിസകളുടെ എണ്ണം ഇപ്പോൾ കുറയ്ക്കും. ഈ മാറ്റം കെയർ, ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, ക്ലീനിംഗ്, വെയർഹൗസ് ജോലി മേഖലകളെ ബാധിക്കും. കമ്പനികൾക്ക് കൂടുതൽ പ്രാദേശിക തൊഴിലാളികളെ പരിശീലിപ്പിക്കേണ്ട ബാധ്യത കൂട്ടും. ഡിഗ്രി ലെവലിൽ താഴെയുള്ള ജോലി മേഖലകൾക്ക് ഇമിഗ്രേഷൻ സംവിധാനം ഉപയോഗിക്കുന്നതിന് കടുത്ത നിബന്ധനകൾ കൊണ്ടുവരും. ഇതിന് നിശ്ചിത കാലാവധി പ്രഖ്യാപിക്കുന്നതിനൊപ്പം സ്ഥിരതാമസത്തിനുള്ള അധികാരം ഇല്ലാതാക്കും. കുറഞ്ഞത് 10 വർഷമെങ്കിലും വേണ്ടിവരും ഇനി സ്ഥിരതാമസത്തിനുള്ള അപേക്ഷ നൽകാനായിട്ട്. കുടിയേറ്റ ജീവനക്കാരുടെ നിയമനത്തിന് തൊഴിലുടമകൾ ഇനി തൊഴിൽ ക്ഷാമം ഉണ്ടെന്ന് തെളിയിക്കേണ്ടി വരും. കെയറർ, നിർമ്മാണം, ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാര്യത്തിൽ ഇത് കൂടുതൽ വെല്ലുവിളിയാകും. ഈ മേഖലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ നടപ്പാക്കും. വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകുന്ന കോളേജുകളും യൂണിവേഴ്സിറ്റികളും കർശനമായ ഗുണനിലവാര പരിശോധനകൾക്ക് വിധേയമാകും. ഇത്തരം സ്ഥാപനങ്ങൾ കോഴ്സുകളുടെ പ്രസക്തി ഉൾപ്പെടെ തെളിയിക്കേണ്ടി വരും. വിദേശ വിദ്യാർത്ഥികൾക്ക് വിസ ലഭിക്കുന്നതിന് കൂടുതൽ രേഖകളും ഹാജരാക്കേണ്ടി വരും. ഏത് രീതിയിലുള്ള കുടിയേറ്റമാണെങ്കിലും അപേക്ഷകരുടെ ഇംഗ്ലീഷ് പ്രാവീണ്യ നിലവാരം ഉയർത്തും. ആശ്രിത അപേക്ഷകർക്കും ഇംഗ്ലീഷ് പ്രാവീണ്യം നിർബന്ധമാക്കും. ഇതിന് പ്രത്യേക പരീക്ഷയടക്കം നടത്താനാണ് കേരള സർക്കാരിൻ്റെ നിർദ്ദേശം. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കെയർ വർക്കേഴ്സ് നിയമനം ഹോം ഓഫീസ് അവസാനിക്കും. നിലവിൽ ഈ മേഖലയിൽ ഏറെയും അനധികൃത കുടിയേറ്റക്കാരാണ് എന്നതാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. പരിശീലനം നൽകി ഇത്രയും പേരുടെ തൊഴിൽ തദ്ദേശീയർക്ക് ഏറ്റെടുക്കാനുമാകും. വിദേശ കുറ്റവാളികൾ ചെയ്യുന്ന തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾക്ക് പുറമെ എല്ലാ കുറ്റകൃത്യങ്ങളും ഹോം ഓഫീസിനെ അറിയിക്കും. ഈ കുറ്റവാളികളുടെ വിസ റദ്ദാക്കുന്നതിനും നാട് കടത്തുന്നതിനും ഹോം ഓഫീസിന് വിപുലമായ അധികാരം നൽകും. അസാധാരണ സാഹചര്യങ്ങൾ എന്ന പേരിൽ രാജ്യത്ത് തുടരാൻ അപേക്ഷിക്കുന്നവരുടെ എണ്ണം പരിമിതപ്പെടുത്തുകയാണ് മറ്റൊരു ലക്ഷ്യം. ഇതോടെ കുടുംബത്തോടൊപ്പം ചേരൽ, ആശ്രിത വിസകൾ തുടങ്ങിയവയ്ക്ക് വിലക്ക് നിയന്ത്രണവും വരും. വിദേശത്തു നിന്നുള്ള തൊഴിലാളികളെ നിയമിക്കുന്നതിന് കമ്പനികൾ നൽകേണ്ട ഫീസ് 32% വരെ കുത്തനെ വർദ്ധിപ്പിക്കും. ഇതോടെ ചെറുകിട സ്ഥാപനങ്ങൾക്കും ബിസിനസ് സ്ഥാപനങ്ങൾക്കും നിയമനത്തിനായി ചെലവാക്കേണ്ട തുക കൂടും. ഇതുവഴി ഈ മേഖലയിലെ കുടിയേറ്റങ്ങൾക്ക് തടയിടാനാകും എന്നാണ് കേരള സർക്കാരിൻ്റെ ധവളപത്രത്തിലൂടെയുള്ള പ്രതീക്ഷ. എന്തായാലും ധവളപത്രം വരുന്നതിന് മുമ്പ് തന്നെ UK കുടിയേറ്റങ്ങളിൽ കുത്തനെ ഇടിവുണ്ടായതാണ് സൂചന. ഇത് UK സാമ്പത്തിക സ്ഥിതിയെ തെല്ലൊന്നുമല്ല ഗുരുതരമായി ബാധിക്കുക.